ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അലീനനെയും ബാലചന്ദ്രനെയും കൂട്ടി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവിടെ ഒരു കോണിപ്പല്ല് വെച്ചത് ഉപകാരമില്ലേ, എപ്പോൾ വേണമെങ്കിലും വിളിക്കാലോ, എനിക്കത് അത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. ഇത് ഞാനങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയാണ്, നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കരുത്, നീ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകണ്ട, അങ്ങനെ പോയാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വീണ്ടും ബെല്ലടി കേൾക്കുകയാണേ. ദേ തുടങ്ങി, ഇപ്പം അവൾ ഓടി കയറി പോകും, ഒരു മണിക്കൂറിൽ കൂടുതൽ അവളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുമ്പോഴേക്കും അലീന വരികയാണേ. അപ്പം അതിനിങ്ങനെ പതുക്കനെ വന്നിട്ട് സാറ് ബെല്ലടിക്കുന്നുണ്ട്, മുകളിലേക്ക് ചെല്ലാനാന്ന് പറയും. അപ്പം ഗംഗാധരൻ പറയും പോയിട്ട് വായോ എന്ന് പറയും കേട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് വന്നു. അപ്പോൾ വൈജയന്തി പറയും, കണ്ടില്ലേ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെല്ലാൻ പാടില്ല, അവൾ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ, എപ്പോഴും ഇത് തന്നെയാണ് താരം, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ലല്ലോ വിളിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇല്ലേ ഗംഗേട്ടാ, ഞാനെന്തിനാണ് ഇവിടെ, ഞാൻ എങ്ങനെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങാട്ട് ഇങ്ങനെ വൈജയന്തി ആകെ ദേഷ്യപ്പെടുകയാണേ. അപ്പോഴേക്കും അലീന മുകളിൽ നിന്നൊരു കപ്പ് സോസർ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പതുക്കനെ അതും കൊണ്ട് പോണേ. അപ്പോൾ വൈജയന്തി നല്ല രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അലീന തല കുമ്പിട്ട് ഇങ്ങനെ പോവുകയാണേ. കണ്ടില്ലേ, ഒരു കപ്പ് സോസർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചത്, ഇനി ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും, ഞാനിതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാൽ മതി, ഇപ്പോൾ തൽക്കാലം നീ ബാലേന്ദ്രനെ വെറുതെ വിട്, അയാൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യട്ടെ, വെറുതെ എന്തിനാണ് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഒരു പൊട്ടിക്കടങ്ങുന്നില്ല. അപ്പോഴേക്കും വീണ്ടും ബെല്ലടിക്കുന്ന വെച്ചാൽ നീട്ടി ബെല്ലടിക്കാൻ കേട്ടോ. ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്, വൈജയന്തി നീ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് വേഗം തന്നെ ഓട്ടി കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈജയന്തി എന്നിട്ട് ചോദിക്കും, എന്താണെന്ന് ചോദിക്കും കേട്ടോ. നിന്നെ ആര് വിളിച്ചു? ഞാൻ അലീനനെയാണ് വിളിച്ചത്, നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, ഞാൻ വന്നാൽ എന്താ കാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് അലീനയാണ് കാണേണ്ടതെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഞാനല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അലീനയുടെ സഹായം കൊണ്ടാണ് നിങ്ങൾ ഇത്ര കാലം ജീവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ എന്തായാലും നിൻ്റെ സഹായം കൊണ്ടല്ല ജീവിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നിട്ടില്ലേ, അതിപ്പോൾ നീ ഇല്ലെങ്കിലും നടക്കുമായിരുന്നു, ആരെങ്കിലും കാശ് കൊടുത്ത് നിർത്തിയാൽ പോലെയായിരുന്നു, അതല്ലാതെ കിട്ടേണ്ട ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ദേഷ്യം വന്നിട്ട്, ഞാൻ നിങ്ങളുടെ ആരാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ മുകളിലും നീ താഴെയുമാണ്, എനിക്കും ഇടയിലൊരു ലക്ഷ്മണരേഖ ഞാൻ വരച്ചു കഴിഞ്ഞു വൈജയന്തി എന്ന് പറയാൻ കേട്ടോ. പിന്നെ അലീന നിങ്ങളുടെ ആരാണ്, അലീന നിങ്ങൾ ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ആരാണെന്നും അലീന ആരാണെന്നും നിങ്ങൾക്കിടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം, നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, ഞാനിവിടെ നിൽക്കണ്ടേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഞാനിവിടെ നിൽക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ പറയാണ്, വൈജയന്തി നിന്നോട് ഞാൻ വീണ്ടും പറയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിന്നെ കാണണ്ട, നീ എൻ്റെ റൂമിൽ നിൽക്കരുതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വീണ്ടും ബെല്ലടിക്കുന്ന വെച്ചാൽ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി അടിക്കി നന്നായിട്ട് അടിക്കി എന്നൊക്കെ പറയുകയാണേ. ഇത് കേട്ടിട്ട് അലീന വരികയാണ്. അപ്പോൾ ഗംഗാധരൻ പറയും, വൈജയന്തി മുകളിലേക്ക് പോയിട്ടുണ്ട്, നീയും കൂടെ ചെല്ല് എന്ന് പറയട്ടോ. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വേഗം തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, നന്നായിട്ട് വിളിക്കി, എനിക്കിത് രണ്ടിലൊന്നും അറിയണം, എല്ലാവരും ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ബെല്ലടിക്കാൻ കേട്ടോ. നന്നായിട്ട് അടിക്കി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജയന്തി. എടി നിന്നോട് ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങനെ ചാടി എഴുന്നേൽക്കാണ്. അതിനുശേഷം കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വൈജയന്തിനെ എറിയാണ് കേട്ടോ. കുപ്പിയും ഗ്ലാസും അങ്ങനെ വേണ്ട എന്തൊക്കെ അവിടെ ഉണ്ട് ബാലേന്ദ്രൻ്റെ കൈ കിട്ടുന്നത്, ഇതൊക്കെ എടുത്തിട്ട് അലറി വിളിച്ചിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എറിയാണ് കേട്ടോ. ഇത് കണ്ട് അലീന ഓടി വരും, എന്താണ് മേഡം ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ നിർത്ത് സാറേ, എറിയില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒച്ചയും ബഹളമൊക്കെ കേട്ട് കൃഷ്ണമോളും ബബിതയും രോഹിത്തും അങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. രോഹിത്തും തൊട്ടടുത്തുള്ള റൂമിൽ തന്നെയാണല്ലോ, രോഹിത് താഴേക്കും മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാണ്ട്. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആകെ പ്രഷറൊക്കെ കയറി വല്ലാണ്ടായിട്ട് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയില്ല, വീണ്ടും എറിയുന്നു കേട്ടോ. പക്ഷേ എഴുന്നേൽക്കാനുള്ള ആവതൊന്നും ബാലേന്ദ്രനില്ല. അപ്പോഴേക്കും ചാടി എഴുന്നേൽക്കാണ്. അപ്പോൾ മുണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വന്നിട്ട് ബാലേന്ദ്രൻ പിടിക്കുക, അച്ഛ ഒന്നും മിണ്ടാതെ നിൽക്കുക, അച്ഛൻ എറിയല്ല, ഇവിടെ ഇരിക്കുക, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അലീനയാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. വൈജയന്തിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നെട്ടിത്തരിച്ച് തന്നെ നിൽക്കും. ഇവളോട് പോകാൻ പറ, ഇവളോട് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളെടുക്കുക. അപ്പോഴേക്കും ബബിത വന്നിട്ട് അമ്മേ ആര് പറഞ്ഞാൽ കേൾക്കില്ല, ഒന്ന് വന്നേ അമ്മ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു, മനുവായിട്ടും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അങ്കിള് പറഞ്ഞില്ലേ, എന്നിട്ട് അമ്മ ഇവിടെ തന്നെ നിൽക്കുകയാണോ, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചിങ്ങോട്ട് പിടിച്ച് വലിച്ച് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ബബിത. എന്നിട്ട് ബബിത കൈ പിടിക്കും, വിടറി എന്നെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കൈ പിടിക്കുകയാണേ. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇന്ന് കിതയ്ക്കാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാ ദേഷ്യം തീർക്കേണ്ടതെന്നോ അറിയുന്നില്ല. രോഹിത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പതുക്കാനും വരികയാണ്. പിന്നെ വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നിങ്ങനെ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു നോട്ടം വൈജയന്തി അലീനെ നോക്കിയിട്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അലീനയാണെന്നുണ്ടെങ്കിൽ പതുക്കനെ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുക. ഒറ്റ അടിയാണ് മുഖത്തേക്ക് കൊടുക്കുന്നത്. ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരടി. അലീനയാണെന്നില്ല ആകെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകാണേ. ബാലേന്ദ്രൻ ചാടി എഴുന്നേക്കാണ്. എടി എന്നും പറഞ്ഞിട്ട് വിളിച്ച് എഴുന്നേക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണമോൾ അവിടെ തന്നെ പിടിച്ചിരുത്താണ് കേട്ടോ. അച്ഛ എഴുന്നേക്കല്ല അച്ഛ അവിടെ ഇരിക്കച്ചാ എന്ന് പറയുന്നുണ്ട്. എടി ഇത് അവള് എന്നെ അടിച്ചതാ, എൻ്റെ മുഖത്താണ് അവൾ അടിച്ചത്, ഇത് അലീനനെ അടിച്ചതല്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും വൈജയന്തി അലീനനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമവും, അലീനാണെന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ, കവളത്ത് തന്നെ കയ്യും പിടിച്ചുകൊണ്ട്. പക്ഷെ ഇതിൽ സന്തോഷിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ രോഹിത്താണ് കേട്ടോ. രോഹിത്തിന് വളരെയധികം സന്തോഷമായിട്ട് ആ ഒരു അടി അലീനയ്ക്ക് കിട്ടുമ്പോൾ അലീന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയും ഇങ്ങോട്ട് കയറി വാ എന്ന് അലീനയോട് പറയുന്നുണ്ട്. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ദേഷ്യത്തോടു കൂടി പോയി. അപ്പോൾ മാലതി ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്താ സംഭവിക്കുന്നത്, എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വൈജയൻ ഒന്നും മിണ്ടാതെ വേഗം തന്നെ അങ്ങോട്ട് പോകും. അലീനനെ ബാലേന്ദ്രൻ വിളിച്ചിട്ട് ഇങ്ങനെ പതുക്കനെ കവളത്തേക്ക് കൈ കൊണ്ടു ചെന്നിട്ട് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണേ. സാരില്ല മോളെ, സാരില്ല, ഇതവള് നിന്നെ തല്ലിയതല്ല, എന്നെയാണ് തല്ലിയത്, സാരില്ല പോട്ടെ, അച്ഛന് വേണ്ടിയിട്ടല്ലേ, ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ അലീനയുടെ സങ്കടം അങ്ങോട്ട് പെട്ടെന്ന് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ആകെ പൊട്ടി കരഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ താഴെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വീണ്ടും എടുക്കല്ലോ. അപ്പോൾ കൃഷ്ണമോള് പറയാച്ച ഇവിടെയൊക്കെ എടുക്കും, ഞാനിതൊക്കെ എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെയൊക്കെ എടുത്തുന്നുണ്ട്. ഇത് ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അലീനനെ അടിച്ച കാര്യമൊന്നും അറിയില്ല. അങ്ങനെ രോഹിത് താഴത്തേക്ക് ഇറങ്ങിപ്പോൾ ബബിതനെ കാണുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ മുകളിൽ ഒച്ചയും ബഹളം. അത് അമ്മ അലീനയ്ക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചു, ചേക്കിട്ടത് തന്നെ പൊട്ടിച്ചു എന്ന് വലിയത്തിരി ഹാപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. ബബിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗംഗാധരൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ മോളെ മുകളിൽ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒന്നും പറയാതെ അലീന അവിടെ നിന്ന് പോയി മാറി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയും, അലീന ചേച്ചിനെ അമ്മ അടിച്ചു, എന്തെങ്കിലും അലീനയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടോ? ഇല്ല, അച്ഛൻ റൂമിൽ കയറേണ്ടെന്ന് അമ്മയോട് പറഞ്ഞു, പക്ഷേ അമ്മ അതിന് അലീന ചേച്ചിനെയാണ് അടിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഗംഗാധരൻ ദേഷ്യം വരികയാണ് കേട്ടോ. ഗംഗാധരൻ വേഗം തന്നെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവുകയാണ്. വൈജയന്തി എന്താ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഗംഗാധരൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മുകളിലേക്ക് കയറി പോയപ്പോൾ തന്നെ പോകണ്ടെന്ന്, എന്നിട്ട് നീ വെറുതെ ആവശ്യമില്ലാണ്ടല്ലേ മുകളിൽ പോയി ഇത്രയും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയത്. ഞാനാണോ ബഹളം ഉണ്ടാക്കുന്നത്? ഞാനാണോ ഇതൊക്കെ ചെയ്യുന്നത്? എത്ര ദിവസമായി ഞാനത് ക്ഷമിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയണ്ടേ? അത് പറയുന്നുണ്ടോ? എന്നെ കാണണ്ട, എന്നോട് മിണ്ടണ്ട. 24 മണിക്കൂർ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെയാണ് കാണേണ്ടതും മിണ്ടേണ്ടതും. ഇതിന് ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജയന്തി നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാലതി വരുന്നുണ്ട് കേട്ടോ. നീ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നശിച്ചു പോകും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിന്നോട് പറയാണ്, ബാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാൽ മാത്രം മതി നീ എന്ന് പറയട്ടോ. അങ്ങനെ അനുസരിക്കാൻ എന്നെ കിട്ടില്ല ഗംഗേട്ടാ. ഞാനെന്താ വലിയേറി വന്നവളല്ല, ഞാൻ കെട്ടിക്കേറി തന്നെ വന്നതാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഞാൻ ക്ഷമിക്കും എന്ന് പറയാം. അപ്പോൾ വൈജയന്തിനോട് മാലതി പറയണം, വൈജയന്തി നീ ഇങ്ങനെ പ്രശ്നങ്ങൾ വഷളാക്കരുത്, ഞാനാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നത്, ഗംഗേട്ടനോടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞിട്ട് നിന്നോട് ഞാൻ വീണ്ടും പറയാണ്, വളരെയധികം സൂക്ഷിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനുമായിട്ട്. ഇത് ഞാൻ ക്ഷമിക്കൂല, ഇത് ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റൂല. ഗംഗാധരൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മുകളിലേക്ക് പോകണ്ടെന്ന്, ഞാൻ പോകും, ഇനിയും പോകും ഗംഗേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്താ പറയുന്നത്, അലീനയും ബാലേന്ദ്രൻ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്നാണോ നോക്കിട്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, അത് ഞാൻ വെച്ച് കുറിപ്പിക്കൂല, അത് ഞാൻ നിന്ന് കൊടുക്കുകയില്ല എന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മുടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഓടി വരികയാണ് കേട്ടോ, ഒച്ചമഹളൊക്കെ കേട്ടിട്ട്.
അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ദേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് നിന്നോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അതെ ഈ സൈക്കിളവന്മാർക്ക് ഈ കല്യാണപ്രായത്തിൽ പെൺകുട്ടികളെ കണ്ടാലേ ഓരോ ഇളക്കൊക്കെ ഉണ്ടാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ ഇളക്കമാണ് അത്. അവളതിന് നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അലീന അങ്ങനത്തെ ആളാണ് നീ പറയുന്നത്. പുളികൊമ്പ് കണ്ട് ചാടി പിടിക്കാത്ത ഏത് പെണ്ണുങ്ങളാണ് ഗംഗേട്ട ഉള്ളത് എന്ന് പറയുന്നത്. ദേ ഗംഗാധരൻ വീണ്ടും വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാൻ കേട്ടോ. ദേ നിന്നോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട് തന്നെയാണ് പറയണത്. നീ ഇനി മുകളിലേക്ക് പോകണ്ട. ഞാൻ പോകും ഗംഗേട്ടാ, ഞാൻ പോകും, ഉറപ്പായിട്ടും പോകും എന്ന് പറഞ്ഞു. ഗംഗാധരൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ദേ വൈജയ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് അനുസരിച്ചോ നീ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി പറയാണ് കേട്ടോ, ഗംഗേട്ടൻ എന്തിനാണ് ബാലേന്ദ്രൻ്റെ ഭാഗം പിടിക്കുന്നത്? എനിക്ക് കേൾക്കണ്ട. ഗംഗേട്ടൻ പറഞ്ഞത് തൽക്കാലം അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. ഈ വീട്ടിൽ ഏതൊക്കെ മുറിയിൽ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാണ്ട് ഗംഗേട്ടനല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പിള്ളേരും മാളതിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ഗംഗാധരനല്ല വൈജയന്തി പറയുകയാണേ, അതെ ഭർത്താവിൻ്റെ അവിഹിതത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല, നാളെ ഗംഗാധരൻ അതിന് കൂട്ടു നിൽക്കാമെന്ന് പറയുമ്പോഴേക്കും ഒറ്റ അടി കൊടുക്കാണ് കേട്ടോ കവളത്ത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.